ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൺ. നമുക്കിന്ന് മാങ്ങ കൊണ്ട് ഒരു അടിപൊളി ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു 3 മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സർ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ആ 3 മാങ്ങയിൽ നിന്ന് കുറച്ച് മാങ്ങ, ഞാൻ ഒരു കഷ്ണം മാങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാങ്ങ എടുക്കുമ്പം കുറച്ച് ഫ്ലഷ് ഉള്ളതും കുറച്ച് നല്ല മധുരം ഉള്ളതായിട്ടുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഈ മാങ്ങ ആദ്യം അരച്ച് കൊണ്ടുവരാം. മാങ്ങ അരച്ചു കൊണ്ടുവരാം. മാങ്ങ നല്ലതുപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് കുറച്ച് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ആവശ്യം വരും. ഒരു 2 സ്പൂണോളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇത് കണ്ടോ, നല്ലതുപോലെ ക്രീം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ക്രീമിൽ നിന്ന് നമുക്ക് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു 2 സ്പൂണോളം മതി. ഇനി നമുക്ക് അരച്ചു വെച്ച മാങ്ങയിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊരു 3/4 ടിന്ന് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മാങ്ങയും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങയും വിപ്പിംഗ് ക്രീമും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വലിയ തവി മാറ്റിയിട്ട് ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതാ സൗകര്യം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മാങ്ങയും വിപ്പിംഗ് ക്രീമും ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് ഒരു കഷ്ണം മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമ്മളിവിടെ മാങ്ങയുടെ പൾപ്പ് അരച്ചു വെച്ചത് മാറ്റി വെച്ചില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്രീം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ബാക്കിയുള്ള ക്രീമും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഐസ്ക്രീമിന് വേണ്ടിയിട്ടുള്ള മിക്സിംഗ് എല്ലാം കഴിഞ്ഞു, റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മിനിമം ഒരു 5 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കണം. നമുക്കിത് അടച്ച് കവർ ചെയ്ത് ഫ്രീസറിലേക്ക് വെക്കാം. നമ്മുടെ ബൗള് ഫുള്ളായിട്ട് ബാറ്ററുണ്ട്. നമുക്ക് ആദ്യം ഇതുപോലൊരു അടപ്പുണ്ട്, അതിൽ മുട്ടാതെ അടച്ചു വെക്കാം. ഇനി നമുക്കിത് ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം. ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രീസറിലേക്ക് മാറ്റാം. നമ്മുടെ മാംഗോ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നു നോക്കാം. നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം.
നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന മാംഗോ ഐസ്ക്രീം. മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് പെട്ടെന്ന് എല്ലാവരും തയ്യാറാക്കിക്കോ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. കണ്ടോ, ഇത് കണ്ടോ, നല്ല സൂപ്പർ മാംഗോ ഐസ്ക്രീം കണ്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കാം കേട്ടോ. മാങ്ങയുടെ സീസണൊക്കെ കഴിയാൻ പോകല്ലേ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്ക്, കഴിച്ച് നോക്കട്ടെ. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റി. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാലും തയ്യാറാക്കി നോക്കാം കേട്ടോ. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സിമ്പിളായിട്ട് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാമല്ലോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.